എനിക്ക് കാറിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. എടാ കൈ വിടറ, ആരും കൊണ്ടുപോയില്ല. ഇത് സപ്പോർട്ട ചിക്കു വീട്ടിലുണ്ടായതാ, ഫ്രഷാ. ക്രൈം ബ്രാഞ്ചിലുള്ള ഒരാളുടെ അമ്മയോട് ചോദിക്കാ, ഇവന്റെ മുഖം കണ്ട ഒരു കള്ളലക്ഷണം തോന്നണ്ടോ? ചേട്ടാ ഈ ഉടുമ്പൻചോലന്ന് കൊറേ ഉണ്ടോ മൂന്നാറിലേക്ക്? പക്ഷെ ലൊക്കേഷൻ നമുക്ക് എവിടെ വെച്ച് നോക്കിയോ മാറിപ്പോയി. അല്ലടാ ജിതിന് അടിപൊളിയായി പോയി. ഗൈസ്, അങ്ങനെ നമ്മുടെ ജിതിനും സ്റ്റെഫി ഇപ്പൊ വരൂട്ടോ. നമ്മള് മൂന്നാർക്ക് ട്രിപ്പ് പോവാണ് വിത്ത് ദ ന്യൂലി മാരിഡ് കപ്പിൾ. അവരുടെ രണ്ടുപേരും നിർബന്ധം കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പോകുന്നത്. ആരും ഇതിന് നെഗറ്റീവ് കമന്റ് ഇടരുത് കേട്ടോ. അവരിത് കഴിഞ്ഞ് വേറെ ഹണിമൂൺ പോണുണ്ട് ഔട്ട് ഓഫ് ദ കൺട്രി. അതാണ് ഈ കൺട്രികളുടെ കൂടെ ആദ്യം തന്നെ പോണേന്നവര്. അല്ല ബേരിമാർക്ക് നമുക്ക് റെഡി ആവണ്ടേ? റെഡി ആവണം. അതിന് മുന്നേ എനിക്ക് കുളിക്കണം. അവരാദ്യമായിട്ടാണ് വീട്ടിൽ വരുന്നത്. അവരാദ്യമായിട്ട് വീട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് നമ്മൾ കൊടുക്കണം. ക്രിയേറ്റീവായിട്ട് ഞാൻ അജയ് ചേട്ടൻ കൊണ്ടുവന്ന് ഈത്തപ്പഴം കൊടുക്കുന്നുണ്ട് ഗൈസ്. നിന്റെ കൈ കൊണ്ട് എന്തെങ്കിലും കൊടുക്കുന്നത്? എന്റെ കൈ കൊണ്ട് ഞാൻ കൊടുക്കാം നാരങ്ങ വെള്ളം. അത് മാത്രല്ല കേട്ടോ, മമ്മി ഇവിടെ ഇല്ല. ആക്ച്വലി മമ്മി ഇവിടെ ഇല്ലാത്തോണ്ട് ഈ വീടിന്റെ താളം ഫുൾ തെറ്റിക്കിടക്കാണ്. ആക്ച്വലി അന്നമ്മയ്ക്ക് പ്രകൃതി ചികിത്സയ്ക്ക് പോയിരിക്കാണ്. കുളിച്ചിലും പിഴിച്ചിലും പോയേക്കാ, കുളിപ്പിക്കല് പരിപാടി അങ്ങനത്തെ ഒക്കെ പരിപാടിക്കൊക്കെ പോയേക്കാ. അപ്പൊ കുറെ പേര് ചോദിക്കും അന്നമ്മയുടെയും വാവയുടെയും വീഡിയോ എന്താ ഇടാത്തത്? കുറെ കമന്റ് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവരിവിടെ ഇല്ല, അതാണ് പ്രശ്നം. അങ്ങനെ അങ്ങനെ ഓരോ തിരക്കായിരുന്നു. അവര് വന്നിട്ട് നമ്മൾ വേഗം വീഡിയോ ഇടുന്നതായിരിക്കും വാവയുടെയും അവളുടെയും. എടാ അപ്പൊ നീ ഒരു കാര്യം ചെയ്യുന്നു, ഫ്രഷ് ആവും. നമ്മൾ മൂന്നാറിലേക്കാ പോകാൻ പോണേ. ലോങ് ഡ്രൈവ് ആണ്. അതെ, ഞാൻ ഓർക്കുന്നു. നമ്മൾ എല്ലാ പ്രാവശ്യവും എല്ലാവരുടെയും കൂടെ പോണത് ഇങ്ങനെ തന്നെയാണല്ലോ. അതുകൊണ്ട് എനിക്ക് അറിയാം നല്ല ലോങ് ഡ്രൈവ് ആണ്. ഇപ്പൊ നല്ല തണുപ്പാണെന്ന് കേട്ടു, കൂടെ ചൂടുണ്ടെന്നും കേട്ടു എന്നൊക്കെ. 0 ഡിഗ്രി അവിടെ. 0 ഡിഗ്രി 0 ഡിഗ്രി അവിടെ. 0 ഡിഗ്രിയാ? ഇത് കുളുമണാലിക്കല്ലല്ലോ മോളെ. ജിതിനും സ്റ്റെഫി ഇപ്പൊ എത്തും. മേരി മാർഗരറ്റ് ആണെങ്കിൽ മുറി കയറിയിട്ട് കൊറേ നാളായി. തള്ള കൊറേ നാളായ കൊറേ നേരമായിരുന്നു. ഓക്കെ എടാ എന്താണ്, എവിടെയാണ് പോണ്ടത്? ഞാൻ എന്റെ മുടിയുടെ ഭംഗി നോക്കിക്കൊണ്ടിരിക്കായിരുന്നടാ. എന്റെ ഹെയർ ഭയങ്കര ഡ്രൈയും ഡാൻഡ്രഫും ഭയങ്കര ഇച്ച്നെസ് ഒക്കെ ആയിട്ട് ആകെ വൃത്തികേടായിട്ട് അലങ്കോലായിട്ട് ഇരിക്കായിരുന്നു. അപ്പൊ ഇപ്പൊ ഇരിക്കുന്നത് കണ്ടിങ്ങനെ ഞാൻ ഇങ്ങനെ അന്താളിച്ച് നിക്കായിരുന്നു. ആ സമയത്ത് അയച്ചിട്ട് വന്നേന്നൊക്കെ. ഞാൻ കുറെ ആന്റി ഡാൻഡ്രഫ് ഷാമ്പു ഉപയോഗിച്ച് നോക്കിട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡാൻഡ്രഫ് ഒക്കെ റിമൂവ് ചെയ്യുന്നുണ്ട് ആക്ച്വലി. പക്ഷെ പിന്നെ ഉണ്ടല്ലോ ഒരു 2 ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ ഹെയർ ഭയങ്കര ഡ്രൈ ആവാ, ഫ്ലേക്സ് ഇല്ലേ മറ്റേ സ്പ്ലിറ്റൻസ് വരാ, പിന്നെ ഭയങ്കര ഫ്രിസി ആവാ. ഇങ്ങനത്തെ ഒരു സ്വഭാവം വന്നിട്ട് ഭയങ്കര ഒരു വൃത്തികേടായിട്ട് കിടക്കായിരുന്നു. ഭയങ്കര ഡ്രൈ ആയി ഡള്ളായി ഒരു മാതിരി കിടക്കായിരുന്നു. പിന്നെ അത് മാത്രമല്ല കേട്ടോ, അതിന്റെ ഇൻഗ്രീഡിയൻസും ഭയങ്കര സീനായിരുന്നു. പാരബൻസും സൾഫേറ്റ്സും ടോക്സിക് കണ്ടന്റ്സും ഒക്കെ ആയിട്ട് ഭയങ്കര, അതും നമ്മുടെ ഹെയറിനെ ഭയങ്കര ഹാംഫുൾ ആക്കും ഭയങ്കര ലോങ് റണ്ണിലേക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഗൂഗിളിലൊക്കെ കുറെ സെർച്ച് ചെയ്ത് നോക്കിട്ടോ ഏതാണ് ഏറ്റവും നല്ല ആന്റി ഡാൻഡ്രഫ് ഷാമ്പൂ എന്നൊക്കെ. അപ്പൊ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ വരുന്നത് മാമാർത്തിന്റെ ലെമൺ ആന്റി ഡാൻഡ്രഫ് ഷാമ്പൂ കേട്ടോ. എനിക്കത് യൂസ് ചെയ്തിട്ട് 2 യൂസിൽ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കാണിച്ചു തരാം ഏതാന്ന്. പണ്ട് എന്റെ മുത്തമ്മ ഉണ്ടായിരുന്ന സമയത്തുണ്ടല്ലോ, തൈരും ജിഞ്ചറും ലെമണും കൂടെ മിക്സ് ചെയ്തിട്ട് തലയിലൊക്കെ തേച്ചൊരു താരം പോട്ടെ, എന്തോരോ താരൻ ആ സ്കൂളിൽ നിന്ന് ഫുൾ താരന് കൊണ്ടുവരാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ആ ഇൻഗ്രീഡിയന്റിൽ തൈര് വെച്ചിട്ട് ബാക്കി എല്ലാം അതിൻ്റെ അകത്തുണ്ട്, ജിഞ്ചറും ലെമണും. അത് കണ്ടപ്പോൾ തന്നെ ഒരു നൊസ്റ്റ് അടിച്ചായിരുന്നു. ഇത് ആക്ച്വലി എന്താണെന്ന് പറയുക, സ്കാൽപ്പിന്റെ pH ബാലൻസ് ഭയങ്കരമായിട്ട് അടിപൊളിയാക്കും. പിന്നെ നല്ല സോഫ്റ്റൻ ആക്കും. എനിക്ക് അങ്ങനെ ഇങ്ങനെ ഷാമ്പൂ ഒന്നും ഇഷ്ടപ്പെടാറില്ല, എല്ലാ ഷാമ്പൂസും ഒന്നും ഇഷ്ടപ്പെടാറില്ല. കുറേ ഷാമ്പൂസ് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ആ ഹെയർ കിടക്കുന്ന ഒരു വൈബില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ മെയിൻലി നിങ്ങളടുത്ത് റെക്കമെൻഡ് ചെയ്യാൻ കാരണം. ഇതിലിവർ പറയുന്നുണ്ട് കേട്ടോ 100% ഡാൻഡ്രഫ് ഇവർ റിമൂവ് ചെയ്യുന്നു. എന്റെ കാര്യത്തിൽ അത് സത്യമായിരുന്നു. നിങ്ങൾക്ക് ഇത് വർക്കാവട്ടെ. ഇത് കണ്ടോ, എന്റെ ഹെയർ നിറയെ ഡാൻഡ്രഫും ഇച്ചിങ്ങും പിന്നെ ഒടുക്കത്തെ ഡ്രൈ ആയിരുന്നു കേട്ടോ. ഇതിനെല്ലാം കൂടി എനിക്കൊരു സൊല്യൂഷൻ തന്നത് മാമാർത്തിന്റെ ലെമൺ ആന്റി ഡാൻഡ്രഫ് ഷാമ്പൂ ആയിരുന്നു. ഈ ഷാമ്പൂവിന്റെ കൺസിസ്റ്റൻസി ഭയങ്കര ലൈറ്റ് ആയിരുന്നു കേട്ടോ, ഒരു മിൽക്കി കൺസിസ്റ്റൻസി ആയിരുന്നു. മാമാർത്തിന് കറക്റ്റ് അറിയാം എന്താണ് കൺസ്യൂമേഴ്സിന് വേണ്ടത്, എന്താണ് വേണ്ടാത്തത്. നമ്മൾ അങ്ങനെ അത്രയും ഇന്നോവേറ്റീവ് ആയിട്ടാണ് അവർ അവരുടെ പ്രോഡക്ട്സ് ഒക്കെ ഇറക്കുന്നത്. എന്റെ ഹെയറിന്റെ സൊല്യൂഷൻ എന്തായാലും ഞാൻ കണ്ടുപിടിച്ചു. അപ്പോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. എന്റെ വല്യമ്മ നമുക്ക് പോണ്ടേ? നമുക്കൊരു കൂപ്പൺ കോഡ് കൂടി ഉണ്ട്, അത് ഇവിടെ ഞാൻ കൊടുക്കാം. എന്തായാലും അത് വെച്ച് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 20% ഓഫ്. അതെ, ജെനുവൻലി പറയാം. എങ്ങനെയുണ്ട് മുടിയാണ്? സെറ്റ്. നല്ല രസമല്ലേ? എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അതെ അവര് വരുന്നുണ്ട്, നീ റെഡിയാവും പോണ്ടേ? ഇത് കണ്ടല്ലേ നീ, അവൻ ബാംഗ്ലൂർക്ക് പോകാൻ പാക്ക് ചെയ്തിട്ടുണ്ട്. അവൻ അതിലും തുറന്നത് എന്റെ മോനെ. ഇതൊരു ഫ്ലാറ്റ് മുഴുവൻ ഉണ്ട് കേട്ടോ. ആ കല്യാണത്തിന്റെ ഡ്രസ്സും ഉണ്ട് അല്ലേ? അയ്യോ ഇത്രയും നാളുമില്ല, ഞാൻ ഒരു തോർത്തും 2 പാൻറ്റും ഇട്ടോട്ട് പോകുന്നത്. ഇതിപ്പോ പെട്ടിയൊക്കെ ഇതിന്റെ പെട്ടി ഇഷ്ടപ്പെട്ടു. ഇതാകുമ്പോ ഒരു പട്ടിയും തിരിച്ചറിയത്തില്ല. 4 ആള് നോക്കണം ഭായി. ഇതെല്ലാം 2 ലൈറ്റും വെക്കണമെന്നൊരു ആഗ്രഹം. അതുപോട്ടെ ജിതിൻ ഭായിയുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞേ. ഇനി മുതൽ എനിക്ക് പേരില്ലാത്തോണ്ടായിരുന്നു ഞാൻ വീഡിയോ ഇടാച്ചത്. ഇപ്പൊ പയറും കിട്ടി, എന്റെ പേരും പോയി, പയറും പോയി. പയറ് പോയാടോ?
ഇനി മുതൽ ഞങ്ങളുടെ വീഡിയോസ് വരുന്നതായിരിക്കും. ഏതാനും ദിവസങ്ങൾക്കകം നമ്മുടെ വീഡിയോസ് ഓൺ എയർ കയറുന്നതായിരിക്കും. വീഡിയോയുടെ ചാനലിന്റെ പേര് ഇതാണ്. അപ്പൊ ഇങ്ങനെ കിണുങ്ങി പോണേ, കിണുങ്ങി ഗൈസ്. അപ്പൊ നമ്മളിപ്പോ മൂന്നാറിലേക്ക് പോകുന്ന എല്ലാം സെറ്റ് എടാ കൈ വിടറാ, ആരും കൊണ്ടുപോയില്ല. അച്ഛൻ പറഞ്ഞേക്കുന്ന നീ ഉണ്ടില്ലെങ്കിൽ ഇവളെ കൂട്ടണം. ഇവനെങ്ങനെയുണ്ട്, സെറ്റ് അല്ലേ? പാവാ. അതെ, ഒരുമിച്ച് പറഞ്ഞു. എന്റെ വാവയ്ക്ക് മേടിച്ചെടുത്ത ഗിഫ്റ്റ് കാണിച്ചു കൊടുക്കാം. രണ്ടും MK ഒറിജിനൽ ആണോടാ? എന്നെ വർത്താനോടാ നീ ആയതുകൊണ്ട് ഒറിജിനൽ വാവ, ഒറിജിനൽ വാവ. മമ്മി ഹലോ. ഇത് സപ്പോട്ട ചിക്കു വീട്ടിലുണ്ടായതാ, ഫ്രഷാ. അത് 1 കിലോ ഉണ്ടേ, ഒരു 100 രൂപ കൊടുത്താൽ മതി. ഓ I will take my shoe, baby. കീ കറി വെക്കണോടാ. ഇതെന്താണ് ഇത്? വാവ എല്ലാം എടുത്തില്ലേ? തിരിച്ച് മൂന്നാറിൽ നിന്ന് വരാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടാ. നിന്നെന്താ വിളിക്കണേ? ഇച്ചാത് ഇച്ചയുടെ വാവ. ഇതെന്തിനാ? ഛർദിക്കാതിരിക്കാനല്ല, വണ്ടിയുടെ അടി വെക്കാനല്ല. ഞാൻ കരുതി ടയറിന്റെ അടിയിൽ വെക്കാനായിരിക്കുന്നു. എനിക്ക് കാറിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. വിമാനം വിളിക്കണോ മൂന്നാറിലേക്ക്? ബൈക്ക് ഇല്ലെങ്കിൽ കുറച്ച് ഹൈറ്റ് ആയിട്ടുള്ളത്, ഇല്ലെങ്കിൽ എനിക്ക് മറ്റേ സഫോക്കേറ്റ് ആവുന്ന പോലെ ആവും. ഛർദിക്കൂല, പക്ഷെ അങ്ങനെ തോന്നും. അതിനുവേണ്ടി മടുപ്പിക്കാനാ. എടാ 2 പ്ലാസ്റ്റിക്കിന്റെ കവർ കൊടുത്തേക്കെ. നീ എന്തിനാ മടുപ്പിക്കണേ? ഞാനിത് ഛർദിക്കാതിരിക്കാൻ വേണ്ടിയൊക്കെ വെച്ചത്. ഛർദി കാണുമ്പോഴുള്ള ഛർദി. മോനെ ഇനി എന്തെങ്കിലും എടുക്കാനുണ്ടോ? ഈ ഹെൽമെറ്റ് വേണോ? അപ്പൊ ബൈക്കിലാന്നൊരു ഫീല് പോവും. പിടിച്ചു ഛർദിക്കാതിരിക്കാം. എനിക്ക് വിശക്കണെന്ന്. അപ്പൊ പപ്പ പോയിട്ട് വരാം. അപ്പൊ ഓക്കെ, നിങ്ങൾ പോയി കറങ്ങിട്ട് വാ. അയ്യോ, എന്റെ ചെവി വെക്കുന്ന സാധനം ടീപ്പോയിലുണ്ട്, അതുകൂടെ സോറി. മൂക്കിൽ വെക്കണമെന്നാണെങ്കിൽ പഞ്ഞി തരാം. ഇത് മറ്റേ MPKTOKയുടെ മൈക്കല്ല, എന്റെ വൈഫിന്റെ ക്ലിപ്പാണ്. അപ്പൊ നമ്മൾ എന്തായാലും ബാക്കി വിശേഷങ്ങളും പരിപാടികളൊക്കെ വഴിയെ കാണുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം പോകുന്നത് ഫുഡ് അടിക്കാനാണ്. ആദ്യത്തെ അവൾക്ക് കൊടുത്തിട്ടേ കഴിക്കുള്ളൂ. സൂപ്പർ. അതങ്ങനെയല്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് ആദ്യം വന്നോണ്ട്. എല്ലാടോ സ്നേഹം കൊണ്ട് അല്ലേ വാവേ? ഇനി നമുക്ക് അങ്ങനെ കഴിക്കേ? ആയിക്കോട്ടെ, ഞാൻ എന്തായാലും ആയത്തൂരിലെ തിന്നു. അയ്യോ ഗൈസ്, നമ്മൾ ഓൺ ദ വേ ആണ് മൂന്നാറിലേക്ക്. അതിന്റെ ഇടയിൽ നമ്മൾ ചായ കുടിക്കാൻ കയറിക്കാം. ഞാനും എന്റെ വൈഫ് ഹോർലിക്സിലേക്ക് കൊടുക്കുക. അതെന്താ? ഞങ്ങൾ ഹോർലിക്സ് ഫാമിലിയാണ്. വാവ ആദ്യമായിട്ടാണ് മൂന്നാറ്. അവന്റെ അടുത്ത് ചോദിച്ചപ്പോ പറഞ്ഞേ, ഞാൻ ആൾക്കാരെ വിട്ടിട്ടില്ലല്ലോ, ഞാൻ പോയിട്ടില്ലല്ലോ എന്ന്. ഈ വാവയും ആദ്യമായിട്ടാ പോകുന്നത് മൂന്നാറ്. എന്റെ എക്സ്പെക്ടേഷൻ മൂന്നാറിനെ കുറിച്ച്. വാവ ആദ്യം പറയട്ടെ. തണുപ്പ്, തേയിലത്തോട്ടം, കോട. കോടാന്ന് വെച്ചാ മലയാളത്തിൽ എന്താ പറയാ? ഇതൊക്കെ പ്രതീക്ഷകൾ മാത്രമാണ്. സ്റ്റെഫി പിന്നെ പഠിച്ചതും വളർന്നതും ഒക്കെ ബാംഗ്ലൂരാണ്. അത് കാരണം മലയാളം. അപ്പൊ ഇനി അതിന് കമന്റ് വേണ്ട. എന്റെ കുട്ടി ഇങ്ങനെ, അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി പറയണേക്കാൾ ഇവര് കമന്റിന് മുന്നേ പറഞ്ഞത്. എന്റെ പപ്പയായിട്ട് ഒത്തിരി റിസംബിൾ ആവും ഇച്ച. ആണോ? ഞാൻ ഭയങ്കര സിമ്പിളാണ്, ഹാമ്പിളാണ്. അല്ലെ എന്തോ പറഞ്ഞു പപ്പയുടെ എന്തോ? പപ്പയുടെ ഏകദേശം സ്വഭാവം. ചിലപ്പോ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴേ വായിൽ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പപ്പ വരും. കാരണം പപ്പ പറയുന്നത് അതേപോലെ ആയിരിക്കും. നീ എന്തായിരിക്കും മമ്മീന്ന് വിളിക്കുന്നത്? എന്റെ മമ്മിയെ പോലെ തന്നെ. അതെന്താ തല്ലോ? കിട്ടു. പഞ്ചസാര, എല്ലാ ആൾക്കാരും ചായക്ക് 2 സ്പൂൺ പഞ്ചസാര ആണെങ്കിൽ ഇച്ചയ്ക്ക് മാത്രം ചായ കപ്പിനകത്ത് ഒഴിച്ച് കഴിഞ്ഞ് വീണ്ടും 3 സ്പൂൺ പഞ്ചസാര. ജിതിംബ്രോയും സ്റ്റെഫിയും ഹണിമൂണിന് വന്നാന്ന് പറഞ്ഞപ്പോ ചേച്ചിയുടെ ഹണിമൂൺ സ്റ്റോറി പറയാൻ പോവാ. പറഞ്ഞോ? 44 വർഷം മുമ്പുള്ള കേൾക്കുന്ന ഹണിമൂൺ കഥയാണ്. അപ്പൊ ഞങ്ങള് പോയത് എറണാകുളം ഫോർട്ട് കൊച്ചി ബോട്ടൊക്കെ കയറി ഞങ്ങൾ പോന്നു, കണ്ടുപോന്നു. അന്നത്തെ ഫാഷൻ ഞങ്ങളുടെ ലുങ്കി ഷർട്ടുവാ. ഇന്നത്തെ പോലെ സാരി ഒന്നുമില്ല. അന്നത്തെ മോഡൽ അതൊക്കെ. സാരിയൊന്നുമില്ല. സാരിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം. ഞങ്ങളെ സാരിയൊന്നുമില്ല, ഞങ്ങൾ ലുങ്കി ഷർട്ട്. ഞങ്ങൾ രാവിലെ പോയിട്ട് രാത്രി ഇങ്ങോട്ട് പോയി. കാരണം ബോട്ടെ കയറി, പിന്നെ പട്ടാള ക്യാമ്പ് അങ്ങനെയൊക്കെ അതിലൂടെയൊക്കെ ചുറ്റിക്കറങ്ങി. എങ്ങനെയുണ്ടായിരുന്നു ഹണിമൂൺ? അടിപൊളിയായിരുന്നു. അടിപൊളി. ചേച്ചിക്ക് ഇനി ഹണിമൂൺ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ദുബായിലെ വരുക. ഞങ്ങളൊക്കെ CC അടഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ തീർത്തും തീരാറായിരിക്കുന്നത്. നിങ്ങളൊക്കെ ഇനി അടിച്ചു പൊളിക്കും. ഞങ്ങളൊക്കെ കഴിഞ്ഞു. കാരണം എന്റെ സാമ്പത്തികം അനുസരിച്ച് എനിക്ക് കാണാവുന്നിടത്തോളം ഞാൻ പോയതാ. ബാംഗ്ലൂര്, മൈസൂർ, എനിക്ക് തിരുവനന്തപുരം പോയിട്ടുണ്ട്, മൂന്നാർ പോയിട്ടുണ്ട്, പിന്നെ രാമേശ്വരം വരെ പോയിട്ടുണ്ട്, പാമ്പൻ പാലം. അപ്പൊ മൂന്നാറിലേക്ക് ആരെങ്കിലും വരാണെങ്കിൽ എൽഫി ചേച്ചിയുടെ ചായക്കടയിൽ തന്നെ ചായയും കാപ്പി കുടിക്കണം. ഇഷ്ടം പോലെ ആൾക്കാര്. ഈ സ്ഥലത്തിന്റെ പേരെന്താ ശരിക്കും? തലക്കോട് അടിവാരം. ഒരുപാട് സന്തോഷം കേട്ടോ. വരും. നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, അതിന്റെ അകത്ത് വീഡിയോ വരും. ചേച്ചി അതിന്റെ അകത്ത് താരമായി മാറും. എവിടെ? എൽസ ചേച്ചി. മക്കളൊക്കെ എന്ത് ചെയ്യണോ? ഒരാള് ക്രൈം ബ്രാഞ്ചില്. എന്നോ പറ്റി? പോലീസിലായിരുന്നു. ഈ കൊല്ലം ക്രൈം ബ്രാഞ്ചിലേക്ക്
ക്രൈംബ്രാഞ്ചിന്നൊക്കെ ഒരു പേടി. പേടിക്കണെന്തിനാ? അവനവന്റെ ഡ്യൂട്ടിയാ ചെയ്തത്. ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നില്ലേ? എന്റെ ഡ്യൂട്ടി അത്. അതങ്ങനെ. പിന്നെ മൂത്തവന് ഫാമിലി കൃഷിഭവനില്. ക്രൈംബ്രാഞ്ചിലുള്ള ഒരാളുടെ അമ്മയോട് ചോദിക്കാ, ഇവന്റെ മുഖം കണ്ട ഒരു കലലക്ഷണം തോന്നണ്ടോ? അവനല്ലോ ഓമനത്തോളം. രണ്ടുപേരും ശരിയാ. 4 പേര് ശരിയാ. 4 പേരെ മുഖം കണ്ടാൽ എന്റെ സൂപ്പർ. അപ്പൊ സന്തോഷട്ടോ ചേച്ചി, ഒരുപാട് സന്തോഷം. ഇനി വരുമ്പോഴും വരിക. തീർച്ചയായിട്ടും. അപ്പൊ ഗൈസ് നമ്മളെ ഇടയിൽ കോഫി ഒക്കെ കുടിച്ചു. ഇപ്പൊ ചുരം കയറാൻ പോവാണ്. അവള് കരഞ്ഞോണ്ടാ പറയണത്. കഴിച്ചോ? പള്ളി പോയായിരുന്നു അപ്പേ. മൂന്നാർ പോവാ. ഇല്ല ചേട്ടാ, എനിക്ക് വാഷ്റൂം അത്യാവശ്യം. ഗൈസ്, അപ്പൊ നമ്മൾ മൂന്നാർ പോകുന്ന വഴി ഇപ്പൊ ഒരു കള്ള് ഷാപ്പിന്റെ അവിടെയാട്ടോ നിർത്തിയിരിക്കുന്നത്. ഒന്ന് വാഷ്റൂമിൽ പോകണം, ഫ്രഷ് ആവണം, എന്തെങ്കിലും കഴിക്കാനൊക്കെ വേണ്ടിയിട്ട്. മാതൃക കള്ള് ഷാപ്പാണ്. അപ്പൊ അതിന്റെ അടുത്തുനിന്ന് ജിതിൻബായും ഇവയും സ്റ്റെഫിയും എല്ലാരും ലൈറ്റായിട്ട് ഐസ്ക്രീമാണ് കഴിക്കുന്നത് കള്ള് കഴിക്കുന്നതിന് പകരം. എങ്ങനെയുണ്ട് ഇപ്പൊ? എനർജി ആയോ? ജിതിനിവിടെ ഗോളി സോഡ കുറിച്ച് ഇപ്പൊ റിവ്യൂ പറയും. ചേച്ചി ഇതേ ഫുള്ള് പൊടി ചേച്ചി. ഇത്ര നേരം വ്ലോഗില് ഫുള്ള് മലയാള പറഞ്ഞിരുന്നേടാ, അറബിയും ഇപ്പൊ ഫുള്ള് ഇംഗ്ലീഷ്. ഞാൻ എന്ത് ചെയ്തു? ആൾക്കാർ തെറ്റായിരിക്കും. അങ്ങനെയൊന്നുമില്ല, ഞാൻ നല്ല മലയാളമാണ് സംസാരിക്കുന്നത്. അതാ ഞാൻ കണ്ടത് കാക്കയിറച്ചി. അതെങ്ങനെയാ കിട്ടുന്നത്? എനിക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കക്ക ഇറച്ചി ഞാൻ വായിച്ചു വന്നപ്പോ കാക്ക ഇറച്ചി ആയി പോയതാ. നമുക്ക് ഹോട്ടലിൽ എത്ര മണിക്ക് ചെക്ക് ഇൻ അറിയോ? 2 മണി. ഇപ്പൊ എത്രയാന്നറിയോ? കല്ലാർ കുട്ടി കാരണം ഞാൻ വായിക്കുന്നുണ്ട്. ഇത് മലയാളം, ഇതുപോലെ ഇംഗ്ലീഷ് കൊടുത്ത് ഇവൻ വായിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ABCD. അതിന്റെ ആവശ്യം വേണ്ട. ഈ മലയാളം തന്നെ ബൈബിള് വായിക്കാൻ കൊടുത്തപ്പോ ഇംഗ്ലീഷ് ഞാനാണത് കാദീഷ് എന്ന് പറഞ്ഞു കൊടുത്തത്. ആ മലയാളം വായിക്കുന്ന അറിയാത്ത ആളെ എന്നെ കളിയാക്കുന്നത്. എവിടെ? ഉടുമ്പച്ചോലയാണോ ചുറ്റ്? അല്ല മൂന്നാർ. എപ്പോഴോ? മൂന്നാർ എന്നിട്ട് പോവാം. ഒരു കമ്പക്ക് 4 കിലോ ഓല എടുത്താലും ഞാൻ അതിൽ കിടന്നോളാറും. എനിക്ക് റിസോർട്ടിൽ കിടക്കണമെന്നില്ല. ചേട്ടാ, ഈ ഉടുമ്പൻചോല കുറെ ഉണ്ടോ മൂന്നാറിലേക്ക്? കട്ടപ്പന വഴിയാണ് ഉടുമ്പൻചോല. ഇതിപ്പോ പൂപ്പാറ ആയക്കടയ്ക്കാ. ഇതിനും പോകാം, വരും. അതെ, ഇത് താഴെ കൂടെ പോകാനാ കാണിച്ചത്. അപ്പൊ അതിലെ പൊക്കം ഇത് നേരെ മൂന്നാറാ. മൂന്നാർ പോണെങ്കിലോ? അല്ല, മൂന്നാർ ഇപ്പൊ എന്തെങ്കിലും കാണാനുണ്ടോ? പിന്നെ മൂന്നാറിൽ ഈ സമയത്ത് പോയി എന്തെങ്കിലും കാണുമോ? ഈ സമയത്ത് മഞ്ഞായിരിക്കും. മഞ്ഞ് കാണും. മഞ്ഞാണോ? മഞ്ഞ് കാണാൻ വേണ്ടിയാ ചേട്ടാ. എടാ, നമ്മള് പോണ ഉടുമ്പൻചോലയിലും മഞ്ഞുണ്ടാവും. ടീ പ്ലാന്റേഷൻ. ഉടുമ്പൻചോല മഞ്ഞ് കാണോ? എന്താ ജിതിന് ഇപ്പൊ എന്താ ഉണ്ടായത്? നമ്മുടെ സീൻ എന്താ? സീന് മൂന്നാറെന്ന് പറഞ്ഞ് ബുക്ക് ചെയ്തിട്ട് വേട്ടാവളിയെ കൊണ്ടേ ഇടുക്കി ജില്ലയെ കൊണ്ട് ബുക്ക് ചെയ്തേക്കുന്നു. ഇനി അവിടുന്ന് മൂന്നാർ പോണെങ്കിൽ 1 മണിക്കൂർ. അപ്പം ബാപ്പിന്റെ പ്രശ്നമല്ലായിരുന്നു, തന്റെ ലൊക്കേഷൻ പോയി. ചേട്ടന്റെ വീട്ടിൽ ഹോം സ്റ്റേ തരും. ചമ്മന്തി ഒഴിച്ച് ഹോംലി ഫുഡൊന്നും ഇവിടുന്ന് 10 കിലോമീറ്റർ ഉള്ളു മാവേ മൂന്നാർ. ഇനി 32 കിലോമീറ്റർ ഇവിടെ നിന്ന് ഓടിയിട്ട് വേണം മൂന്നാർ പോവാൻ. പെടുക്കാനോ? പെടുത്തില്ലേ? ഇനി എന്താ പെടുക്കാനോ? എല്ലാരും പെട്ടു. 3 4 വട്ടം മൂന്നാർ വന്നത്. മൂന്നാറ് തണുപ്പാ. ഇല്ല, തണുപ്പാ. ഞാൻ മാപ്പിട്ട് വണ്ടി ഓടിക്കും. അപ്പൊ അതിനെ ഞാൻ ഒന്ന് വിളിച്ചാൽ മതിയോ? ചെന്നിട്ട് ഞാൻ വിളിക്കാം. വണ്ടി ഓടിക്കണോ? മാപ്പിട്ട് വണ്ടി ഓടിക്കണം എന്തിനാ പറഞ്ഞേ? തടപ്പോട്ട് പല്ലടിക്കുമോ? നമുക്ക് ഈ ഉടുമ്പൻചോല നല്ല സ്ഥലം. ഇത് എന്റെ ഐഡിയ ആയിപ്പോയി. എന്റെ മാമയുടെ ആഗ്രഹമായി പോയി. അപ്പൊ എന്നോട് എല്ലാ ആഗ്രഹവും ഞാൻ തൊലച്ചിട്ടേ ഉള്ളൂ. മൂന്നാറെ കൊണ്ട് മാവേ മൂന്നാറിന് മാറ്റി ഇടുക്കി പോയാലോ? എടോ, എന്റെ ഒരു അഭിപ്രായം പറയട്ടെ. നമുക്ക് മൂന്നാർ ടൗണിൽ ജസ്റ്റ് ഒന്ന് ചുമ്മാ കറങ്ങിയിട്ട് നേരെ ഇടുക്കി പോയാലോ? ഗൈസ്, നമ്മൾ ഉച്ചയ്ക്ക് തുടങ്ങിയ യാത്രയാണ്. അന്ധകാരത്തിൽ ഇതുവരെ എത്തിയിട്ടില്ല. ഇതിപ്പോ രാത്രി നമ്മൾ വഴി അറിയാതെ ഏതോ ഇരുട്ട് വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ലൊക്കേഷൻ നമുക്ക് എവിടെ വെച്ച് നോക്കിയോ മാറിപ്പോയി. അല്ലടാ ജിതിനെ? എന്റെ അടിമൂടായി പോയി.